നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോസസ് സിങ്ക്രണൈസേഷൻ ആണ്. നമുക്ക് നോക്കാം എന്താണ് പ്രോസസ് സിങ്ക്രണൈസേഷൻ, എന്തിനാണ് നമ്മൾ ചെയ്യുന്നത് നോക്കാം. പക്ഷേ ആദ്യം സിമ്പിളായിട്ട് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി പറയാം. നമ്മളിപ്പോൾ ഒരു സീറ്റ് റിസർവ് ചെയ്യണം. അതായത് ഇപ്പോൾ ഒരു ട്രെയിനാവട്ടെ, നമ്മൾ ട്രെയിൻ പറയണം. അപ്പോൾ ട്രെയിനിന് ഞാനൊരു സീറ്റ് ബുക്ക് ചെയ്യണം. അപ്പോൾ എനിക്ക് കിട്ടേണ്ട ഒരു 5th നമ്പർ സീറ്റാണ്. അതേ സിമിൾട്ടേനിയസ് ആയിട്ട്, ഇവിടെ അങ്ങനത്തെ കേസുകളാണ് പറയുന്നത്, സിമിൾട്ടേനിയസ് ആയിട്ട് മറ്റൊരാൾ ഇപ്പുറത്ത് ഇരുന്ന്, അതായത് വേറെ എവിടെയോ ഇരുന്ന്, അവരിപ്പോൾ ഒക്കെ സോഫ്റ്റ്വെയർ ആണല്ലോ, അപ്പോൾ അവർ ഇരുന്നിട്ട് സീറ്റ് ബുക്ക് ചെയ്യണം. അപ്പോൾ സിമിൾട്ടേനിയസ് ആയിട്ട് 2 പേരും ഒരുമിച്ച് സീറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും കോൺഫ്ലിക്ട്സ് ഉണ്ടാകാൻ പാടില്ല. അതായത് എനിക്കും 5th സീറ്റ് കിട്ടുക, അയാൾക്കും 5th സീറ്റ് കിട്ടുക എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ നമ്മൾ എന്തോ ചെയ്യാനുണ്ട് ഇവിടെ. അതാണ് പ്രോസസ് സിങ്ക്രണൈസേഷൻ. മനസ്സിലായില്ലേ എന്താ ജസ്റ്റ് ഉദ്ദേശിച്ചത്? അതായത് എനിക്ക് കിട്ടുമ്പോൾ ഞങ്ങളുടെ ഒപ്പം ചെയ്യുമ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, എനിക്ക് 5th കിട്ടണം, അയാൾക്ക് 6th കിട്ടണം, അല്ലെങ്കിൽ അയാൾക്ക് 5th കിട്ടണം, എനിക്ക് 6th കിട്ടണം. അങ്ങനെയാണല്ലോ വേണ്ടത്. അല്ല 2 പേർക്ക് 5th കിട്ടിയാൽ അവിടെ ട്രെയിനിൽ ചെന്നാൽ പിന്നെ അടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവിടെ എന്ത് കൊണ്ടുവരുന്നത്, പ്രോസസ് സിങ്ക്രണൈസേഷൻ കൊണ്ടുവരുന്നത്. അതായത് എനിക്കൊന്ന് പ്രിസർവ് ചെയ്തിട്ട് അടുത്താക്ക് മറ്റേ കൊടുക്കുന്ന രീതിയിൽ കൺകറൻറ്റ് പ്രോസസ്സിനകത്ത് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രോസസ് സിങ്ക്രണൈസേഷൻ എന്ന് പറയുക. അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഡാറ്റ കിട്ടും, കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചിരുന്ന ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് ഒക്കെ ചെയ്യുന്നത്, അതിൻ്റെയൊക്കെ പ്രത്യേകത എന്തായിരുന്നു? അതൊക്കെ സീരിയലായിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരുന്നത് അല്ലേ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഒക്കെ നമ്മൾ ക്യൂ ആക്കിയിട്ട് ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തത് എന്നുള്ള രീതിയിലാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് പാരലൽ പ്രോസസ്സിംഗ് ആണ്. അതായത് ഒരുമിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്തരം കോൺഫ്ലിക്ട്സ് വരുമെന്ന് പറഞ്ഞത്. ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ എത്രയോ എക്സാമ്പിളുകൾ പല രീതിയിലും ഉണ്ടാവാം. ഇവിടെ ഇപ്പോൾ ഈ കേസ് വരുമ്പോൾ 2 പേരും 5th വേണ്ടി അടി കൂടുന്ന ഒരു അവസ്ഥ വരാതിരിക്കാൻ നമ്മൾ പ്രോസസ് സിങ്ക്രണൈസേഷൻ കൊണ്ടുവരണം. അപ്പോൾ ഒരാൾക്ക് ആദ്യം നാനോ സെക്കൻഡ്സുകളുടെ ഡിഫറൻസിലൊക്കെ ചെറിയ ഒരാൾ ഓർഡർ ഉണ്ടാവുമല്ലോ. അതായത് ആരാണോ ഫസ്റ്റ് ക്ലിക്ക് ചെയ്തു എന്നുള്ള ഒരു ഓർഡറിൻ്റെ ബേസിൽ എന്ത് ചെയ്യണം, നമ്മൾ അവർക്ക് പ്രിസർവ് ചെയ്ത് കൊടുത്താൽ അടുത്താക്ക് നെക്സ്റ്റ് എന്നുള്ള കേസ് കിട്ടും. അതുകൊണ്ട് തന്നെ ഇഷ്യൂ ഇല്ല. മറ്റേതാണ് നമ്മൾ ആ സെറ്റ് ചെയ്ത് കൊടുക്കുന്നിടത്താണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ ആ പ്രശ്നങ്ങൾ തുടങ്ങുന്നിടത്താണ് നമ്മളിവിടെ സിങ്ക്രണൈസേഷൻ ചെയ്യാൻ പോകുന്നത്. നോക്കാം. 2 fundamental requirements of the cooperating concurrent process are inter-process communication and process synchronization. ഒരു കോപ്പറേറ്റിംഗ് കൺകറൻറ്റ് പ്രോസസ്സിനകത്തുള്ള ഫണ്ടമെൻ്റൽ റിക്വയർമെൻറ്റ്സ് ആണ് ഒന്ന് ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷനും ഒന്ന് പ്രോസസ് സിങ്ക്രണൈസേഷനും. ഈ കോപ്പറേറ്റിംഗ് കൺകറൻറ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, കൺകറൻറ്റ് പ്രോസസ്സുകൾ നിങ്ങൾക്കറിയാം എന്താണ്, സിമിൾട്ടേനിയസ് ആയിട്ട് എന്ത് ചെയ്യുക, പ്രോസസ്സ് ചെയ്യുന്നതിനെയാണ് കൺകറൻറ്റ് പ്രോസസ്സ് എന്ന് പറയുക. കോപ്പറേറ്റിംഗ് കൺകറൻറ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സിമിൾട്ടേനിയസ് ആയി ചെയ്യുന്ന പ്രോസസ്സുകൾ കോമൺ റിസോഴ്സ് ഷെയർ ചെയ്യുന്ന ഒരു കേസാണ് കോപ്പറേറ്റിംഗ് കൺകറൻറ്റ് പ്രോസസ്സ്. ഏറ്റവും നല്ലൊരു മെത്തേഡ് തന്നെയാണ്. കാരണം കോപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റിസോഴ്സ് ഷെയർ ചെയ്യുക, നമ്മൾ ഷെയറിങ് എന്നല്ല. അങ്ങനെ നിങ്ങൾക്ക് പഠിക്കുക, അങ്ങനെ ഈസി ആയിട്ട് പഠിക്കുക കേട്ടോ. നമ്മളിപ്പോൾ കാര്യങ്ങൾ ഷെയർ ചെയ്യുക എന്നുള്ളതൊക്കെ നല്ല കാര്യമില്ലേ? നമ്മളിപ്പോൾ ഒരാൾക്ക് ഒരു ഹെൽപ്പ് ചെയ്യുന്ന പോലെയൊക്കെ അതേപോലെ തന്നെ എല്ലാവരും കൂടി ഒരു കോമൺ റിസോഴ്സ് ഷെയർ ചെയ്യുകയാണ് കോപ്പറേറ്റിങ്ങിൽ. അതേപോലെ തന്നെ ആ കോപ്പറേറ്റിംഗ് കൺകറൻറ്റ് പ്രോസസ്സ് ആകുമ്പോൾ എന്താണ്, സിമിൾട്ടേനിയസ് ആയിട്ട് തന്നെ ആ പ്രോസസ്സ് നടക്കുകയും വേണം. അവിടെയാണ് ഇത്തരം പ്രശ്നങ്ങൾ നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ റിക്വയർമെൻറ്റ്സ് ആയിട്ട് ഒന്ന് ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷനും വേണം, പിന്നെ ഒന്ന് പ്രോസസ് സിങ്ക്രണൈസേഷനും ഒന്ന് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പ്രോസസ് സിങ്ക്രണൈസേഷനാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ മുന്നത്തെ ഇതിൽ പഠിച്ചിട്ടുണ്ടാവും. ഫസ്റ്റ് മൊഡ്യൂളിലൊക്കെ സാറ് PCBയിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതായത് പ്രോസസ്സുകൾ തമ്മിലുള്ള ഇൻ്ററാക്ഷനും കൂടെ കോപ്പറേറ്റ് ചെയ്ത് കൊണ്ടുവന്നാലേ ഇത്തരം കോപ്പറേറ്റിംഗ് കൺകറൻറ്റ് പ്രോസസ്സുകൾ സക്സസ് ആകുള്ളൂ. When 2 or more processes cooperate with each other for using common resources, their order of execution must be preserved, otherwise there can be conflicts in their execution and inappropriate output can be produced. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ 2ൽ കൂടുതൽ പ്രോസസ്സുകൾ റിസോഴ്സ് ഷെയർ ചെയ്യുകയാണെങ്കിൽ അവരുടെ ഓർഡർ ഓഫ് എക്സിക്യൂഷൻ എന്ന് പറഞ്ഞത് പ്രിസർവ്ഡ് ആയിരിക്കണം. അല്ലെങ്കിലാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ കോൺഫ്ലിക്ട്സ് ഉണ്ടാകാൻ പോകുന്നത്. അതായത് നമ്മൾ കരുതിയ ഔട്ട്പുട്ടൊന്നും ആവില്ല കിട്ടുക, ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടും എന്നുള്ളത് വലിയൊരു ഫെയിലിയറായിട്ട് മാറും. ദ പ്രൊസീജിയർ ഇൻവോൾവ് ഇൻ പ്രിസർവിംഗ് ദ അപ്രോപ്രിയേറ്റ് ഓർഡർ ഓഫ് എക്സിക്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് പ്രോസസ് ഇസ് നോൺ ആസ് പ്രോസസ് സിങ്ക്രണൈസേഷൻ. ഇത്തരം പ്രിസർവിംഗ് പ്രൊസീജിയറിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്രോസസ് സിങ്ക്രണൈസേഷൻ എന്ന് പറയുക. നമ്മളൊരു അപ്രോപ്രിയേറ്റ് ഓർഡർ കൊണ്ടുവരികയാണ് എക്സിക്യൂഷനകത്ത്. കാരണം എന്താണ്, നമ്മൾ ചെയ്യാൻ പോകുന്നത് കോപ്പറേറ്റീവ് കൺകറൻറ്റ് പ്രോസസ്സുകളായതുകൊണ്ടാണ് നമുക്ക് ഇത്തരം ഒരു ഓർഡർ പ്രിസർവിങ് കൊണ്ടുവരേണ്ടി വരുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്രോസസ് സിങ്ക്രണൈസേഷൻ എന്ന് പറയുക. ഫെയിലിയർ ടു ഡിവൈസ് ദ അപ്രോപ്രിയേറ്റ് പ്രോസസ് സിങ്ക്രണൈസേഷൻ പ്രോട്ടോകോൾസ് ആൻഡ് ടു എൻഫോഴ്സ് ദെയർ യൂസ് ബൈ ഈച്ച് പ്രോസസ് ദാറ്റ് യൂസ് കോമൺ റിസോഴ്സ് ഓഫർ റിസൾട്ട് എറാറ്റിക് സിസ്റ്റം ബിഹേവിയർ ആൻഡ് ക്രാഷസ് ദാറ്റ് ആർ നോട്ടോറിയസ്ലി ഡിഫിക്കൽട്ട് ടു ഡീബഗ്. അതായത് നമ്മൾ ഇങ്ങനെ ഒരു പ്രോസസ് സിങ്ക്രണൈസേഷൻ കൊണ്ടുവരുന്നതിൽ ഫെയിൽ ആവുക എന്ന് പറഞ്ഞാൽ
നമ്മളൊരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രോട്ടോകോൾസ് യൂസ് ചെയ്യാത്ത പ്രശ്നം കൊണ്ട് ഇത്തരം ഫെയിലിയേഴ്സൊക്കെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തുണ്ടാവും, നമ്മുടെ സിസ്റ്റം ക്രാഷ് ആവും. ഡീബഗിങ് ഈസ് വെരി വെരി ഡിഫിക്കൽട്ട് എന്നുള്ള അവസ്ഥയിലാവും. അതായത് എന്തെങ്കിലും എറർ വന്നാൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാനോ ഡീബഗ് ചെയ്യാനോ സോൾവ് ചെയ്യാനോ കഴിയാതെ പോകും. കാരണം എന്താണ്, ഇപ്പോൾ എനിക്ക് 5th സീറ്റ് കിട്ടി, അടുത്താൾക്ക് 5th സീറ്റ് കിട്ടിയ എന്താ പിന്നെ അവിടെ സൊല്യൂഷൻ ഉള്ളത്? ഒരു സൊല്യൂഷനും ഇല്ലല്ലോ. പിന്നെ അടിയാണല്ലോ, നമുക്കറിയാലോ സീറ്റിനൊക്കെ വേണ്ടിയുള്ള അടികളൊക്കെ. ഇവൻ നിങ്ങൾ കോളേജ് ബസ്സൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോഴൊക്കെ നമുക്കറിയാം, ടൂറ് പോകുമ്പോൾ സീറ്റിന് വേണ്ടി അടിക്കണം. അതായത് അത്രയും പ്രശ്നങ്ങൾ റിയൽ ലൈഫിൽ ഉണ്ടാകുമ്പോൾ ഒരു സോഫ്റ്റ്വെയർ ലൈഫിൽ എത്രത്തോളം ഉണ്ടായിരിക്കും നിങ്ങൾ ചിന്തിക്കാൻ കഴിയും. കാരണം അത് ആ സിസ്റ്റം തന്നെ ഫെയിലിയറായി മാറുക എന്ന് പറഞ്ഞാൽ എത്രയോ കോസ്റ്റ്ലി ആയിട്ടാണ് ഓരോ സോഫ്റ്റ്വെയർസും ചെയ്യുന്നത്. അപ്പോൾ പ്രോസസ് സിങ്ക്രണൈസേഷൻ പ്രോട്ടോകോളും കൂടെ കൊണ്ടുവന്നാൽ അത് സക്സസ്ഫുൾ ആവും, അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി വെരി വെരി ഫെയിലിയർ സിറ്റുവേഷൻ. Concurrency may be result in increased productivity when implemented correctly, but it can be degrade reliability when improper process synchronization pollutes the system. അതായത് കൺകറൻസി എന്ന് പറഞ്ഞ സംഭവം പറഞ്ഞാൽ അതൊരു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അത് കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രം, അതായത് നമ്മൾ പറഞ്ഞു പാരലൽ പ്രോസസ്സിംഗ് ആണ് കൺകറൻസി എന്ന് പറഞ്ഞാൽ. അതിനെക്കുറിച്ചും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഐ തിങ്ക് നിങ്ങളുടെ ഫസ്റ്റ് മൊഡ്യൂളുണ്ട്. അപ്പോൾ കൺകറൻസി എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളതിൻ്റെ റിലയബിലിറ്റി ഒക്കെ പെർഫെക്റ്റായി കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പ്രോസസ് സിങ്ക്രണൈസേഷൻ പ്രോപ്പറായിട്ട് ചെയ്യണം. അല്ലെങ്കിൽ അത് സിസ്റ്റം ആകെ പൊല്യൂട്ടഡായി പോകും, സിസ്റ്റം ഫെയിലിയർ ആയിട്ട് പോകും. അപ്പോൾ കൺകറൻസി ഏറ്റവും ബെസ്റ്റ് ആവണമെങ്കിൽ നമ്മൾ എന്ത് കൊണ്ടുവരണം, പ്രോസസ് സിങ്ക്രണൈസേഷൻ അതിനകത്ത് കൊണ്ടുവരണം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ആ സീറ്റിംഗ് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ സീറ്റിന് വേണ്ടി അടുകൂടുന്നൊരു അവസ്ഥ വരരുത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രോസസ് സിങ്ക്രണൈസേഷൻ ചെയ്യണം. There are several reasons for providing an environment that allows process cooperation and synchronization. ഇത്തരം സിങ്ക്രണൈസേഷനൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് റീസൺസ്, അതായത് സെവറൽ റീസൺസ് ഫോർ പ്രൊവൈഡിങ് ആൻ എൻവയോൺമെൻറ്റ്. അതിന് വേണ്ടിയിട്ടുള്ള എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യാനുള്ള കുറച്ച് റീസൺസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. എന്തുകൊണ്ട് നമ്മളിങ്ങനെ പ്രോസസ് സിങ്ക്രണൈസേഷൻ ചെയ്യേണ്ടി വരുന്നു എന്ന് നമുക്ക് ഈ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ, forks and joins. When a job arrives at fork point, it is split into n subjobs which are then serviced by n concurrent tasks. After being serviced, the subjob wait until all other subjobs are done. Read ചെയ്യാനല്ലേ കുറേ ഉള്ളതുകൊണ്ട് റീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. Then they are joined again and leave the system. Thus parallel programming require synchronization as all parallel process wait for several other processes to occur. അതായത് ഫോർക്ക് ആൻഡ് ജോയിൻസ് എന്ന് പറഞ്ഞുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ജോബ്, അതായത് എന്ത് ജോബ് ചെയ്യുകയാണെങ്കിലും ചിലപ്പോൾ എന്താവും, സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. കുറേ സബ് ജോബുകളാക്കിയിട്ട് സബ് ജോബുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. എന്നിട്ട് എന്ത് ചെയ്യും, ഓരോരുത്തരും സെപ്പറേറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എത്തിയാൽ ഇവർക്ക് എല്ലാവർക്കും കൂടെ പിന്നെയും ഒന്നുകൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടി വന്നാൽ അവിടെ പ്രോസസ് സിങ്ക്രണൈസേഷനിലേക്ക് പണി കിട്ടും. അതുകൊണ്ടാണ് ഇതൊരു റീസണായിട്ട് നമ്മൾ പറയുന്നത്. കാരണം എല്ലാ സബ് ജോബുകളും ഇങ്ങനെ വന്നിട്ട് ജോയിൻ ചെയ്യണമല്ലോ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ. അപ്പോൾ എന്ത് ചെയ്യണം, എല്ലാ ജോബുകളും എത്തിയോ, ഓരോ ജോബ് വരുമ്പോൾ അതിൻ്റെ ഡാറ്റ പ്രിസേർവ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും, പിന്നത്തെ ഡാറ്റ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ 5 റിപ്പീറ്റ് ചെയ്ത് വരും. അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ 5 ആണെങ്കിൽ 6 എക്സാമ്പിൾ പറയട്ടോ, 6 ആണെങ്കിൽ x 7. അപ്പോൾ ആ രീതിയിൽ പ്രിസേർവ് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുവന്നാൽ അങ്ങനെ പ്രോസസ് സിങ്ക്രണൈസേഷൻ ചെയ്താൽ അത് സക്സസ്ഫുൾ ആവും, അല്ലെങ്കിൽ അത് ഫെയിലിയറായി മാറും. Then producer consumer. In a producer consumer relationship, the consumer process is dependent on the producer process till the necessary data has been produced. പ്രൊഡ്യൂസർ കൺസ്യൂമർ റിലേഷൻഷിപ്പിനകത്ത് ഈ കൺസ്യൂമർ എപ്പോഴും എന്താണ്, പ്രൊഡ്യൂസറായിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്. കാരണം എന്താണോ, അവർക്ക് വേണ്ട ഡാറ്റ പ്രൊഡ്യൂസ് ചെയ്ത് കിട്ടുന്നവരെ നമ്മൾ അങ്ങനെയാണല്ലോ, നമ്മൾ ആസ് എ കസ്റ്റമർ ഓർ കൺസ്യൂമർ നമ്മൾ എന്താവും, ഡിപ്പെൻഡൻ്റായി മാറും. നെക്സ്റ്റ്, എക്സ്ക്ലൂസീവ് യൂസ് ഓഫ് റിസോഴ്സസ്. എന്താണ് എക്സ്ക്ലൂസീവ് യൂസ് ഓഫ് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ, വെൻ മൾട്ടിപ്പിൾ പ്രോസസ് ആർ dependent on serially reusable resource and they need to access it at the same time, the operating system need to ensure that only one processor access at given point of time. അത് നമ്മൾ കൺകറൻറ്റ് പ്രോസസ്സിംഗ് ആണ് നടക്കുന്നത്, മറ്റേ പോലെ സീരിയലല്ല. എങ്കിൽ കൂടെ ഓരോ നാനോ സെക്കൻഡിന് വ്യത്യാസത്തിൽ സീരിയലി ഇതൊക്കെ പെർഫോം ചെയ്തില്ല എങ്കിൽ പ്രിസേർവിങ് പോസിബിൾ ആവില്ല. അങ്ങനെ ആകുമ്പോൾ ഒരുപാട് ഫെയിലിയർ ആയിട്ട് മാറും. അതാണ് ഇവിടെയും പറയുന്നത്, മൾട്ടിപ്പിൾ പ്രോസസ്സുകൾ സീരിയലി റീയൂസബിൾ ആയിട്ടുള്ള റിസോഴ്സായിട്ട് ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അവർക്ക് എന്താവണം, സെയിം ടൈമിൽ ആക്സസ് ചെയ്യണം. പക്ഷേ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വൺ പ്രോസസ് ആക്സസ് അറ്റ് എ ഗിവൺ പോയിന്റ് ഓഫ് ടൈം. അതിനകത്തുള്ള ശരിക്കും എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് പ്രോസസ്സുകൾക്ക് എന്ത് ചെയ്യണം, സിമിൾട്ടേനിയസ് ആയിട്ട് പെർഫോം ചെയ്യണം. പക്ഷേ ഈ OS ആണ് അത് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്, ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് എന്നുള്ള രീതിയിലാക്കി അത് പ്രോസസ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം OS അത് മാറ്റും. അതായത് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് സിമിൾട്ടേനിയസ് ആയിട്ട് ഡാറ്റയൊക്കെ പ്രോസസ് ആകുന്നത്. പക്ഷേ OS അതിൻ്റെ അകത്തൊരു ടെക്നിക്ക് യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഒരാൾ ഒരു ടൈമിൽ തന്നെ ചെയ്യുള്ളൂ, കാരണം അതുകൊണ്ട് അങ്ങനെയാണെങ്കിലല്ലേ പ്രിസർവിങ് നടക്കുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ നമ്മളിപ്പോൾ എക്സ്ക്ലൂസീവായി പറയുകയാണെങ്കിൽ അതെന്താണ്, അത് സീരിയൽ അല്ല, പാരലലാണ്. പക്ഷേ OS അത് സീരിയൽ എന്നുള്ള രീതിയിൽ
ആണ് അതിനകത്ത് പ്രോസസ്സ് ചെയ്യുക. ഞങ്ങൾ സീരിയൽ പാരലൽ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, സീരിയലും പാരലൊക്കെ അറിയാത്തവരുണ്ടാവില്ല എന്നാണ് എനിക്ക് കരുതുന്നത്. സീരിയൽ എന്ന് പറഞ്ഞാൽ ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തത് എന്നുള്ള മെത്തേഡാണ്. പാരലൽ എന്ന് പറഞ്ഞാൽ സിമിൾട്ടേനിയസ് ആയിട്ട് അറ്റ് എ ടൈമിൽ ഒരുമിച്ച് ചെയ്യുകയാണ്. പക്ഷേ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും, പക്ഷേ വോയിസ് ആക്ച്വലി ചെയ്യുന്നത് ചെറിയൊരു ടെക്നിക്കാണ് അവിടെ. ഒന്ന് കഴിഞ്ഞിട്ടൊന്ന് എന്നുള്ളൊരു പ്രിസർവിങ് മെത്തേഡിനാണ് അവർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഫെയിലിയർ ആയിട്ട് മാറും. A serially reusable resource can be used at most one process at a time, and its state and operation can be corrupted if manipulated concurrently and without synchronization by more than one process. Example including read or write, shared variables and device such as printer. അതായത് നമ്മളിപ്പോൾ സീരിയൽ യൂസബിൾ റിസോഴ്സ് ആയാലും ശരി, ഏത് ടൈപ്പ് ഇതായാലും ശരി, നമ്മൾ പറയുന്നത് ഒരു പാരലൽ പ്രോസസ്സിംഗ് ആണ് അല്ലെങ്കിൽ കൺകറൻറ്റ് പ്രോസസ്സിംഗ് ആണെങ്കിൽ അവിടെ സിങ്ക്രണൈസേഷൻ ഇല്ല എങ്കിൽ അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറും. യൂസ് ഓഫ് റിസോഴ്സസിൻ്റെ കേസിൽ നമ്മൾ സിങ്ക്രണൈസേഷൻ ചെയ്തില്ലെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രിൻ്റർ എടുക്കുകയാണ്. പ്രിൻ്റർ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എന്തോ ഡാറ്റ റീഡ് ചെയ്തിട്ടാണ് ആ പേപ്പറിലേക്ക് റൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ രണ്ടും പാരലായിട്ടാണല്ലോ നമുക്ക് ഫീൽ ചെയ്യുക. പക്ഷേ ആക്ച്വലി നമ്മൾ എന്താണ് കൊടുത്തത് അത് റീഡ് ചെയ്തിട്ട് വേണം ഇതിന് ആ പേപ്പറിൽ റൈറ്റ് ചെയ്യാൻ, അല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കൂ. അപ്പോൾ ആക്ച്വലി നമ്മൾ പറയും ഒരു പാരലൽ പ്രോസസ്സിംഗ് ആണ്, പക്ഷേ സീരിയലിനല്ലേ അതിനകത്തും നടക്കുന്നത്. കാരണം റീഡ് ചെയ്തതിന് ശേഷമല്ലേ റൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ല നമ്മളെ കൊടുക്കുമ്പോൾ റീഡിങ്ങും റൈറ്റിങ്ങും ഒപ്പം നടക്കാമെന്ന് പറയുമ്പോൾ റൈറ്റ് ചെയ്ത് കിട്ടുന്ന പേപ്പറിൽ ചിലപ്പോൾ അതിൻ്റെ മുന്നേ റീഡ് ചെയ്ത റിസർവിങ് ഡാറ്റയായിരിക്കും. അത് വലിയൊരു റിസോഴ്സസിൻ്റെ കേസിലുള്ള എക്സ്ക്ലൂസീവ് യൂസ് ഓഫ് റിസോഴ്സിൻ്റെ കേസിലുള്ള ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, പാരലലാണ്, പക്ഷേ വോയിസ് അതിനെ പിടിച്ചിട്ട് സീരിയലാക്കുന്ന ഒരു അറേഞ്ച്മെൻറ്റ്, അത്രേ ഉള്ളൂ കേട്ടോ. ഇനി ഒരു എക്സാമ്പിൾ പറയുകയാണ് ടു ഇല്ലുസ്ട്രേറ്റ് ദ നീഡ് ഓഫ് പ്രോസസ് സിങ്ക്രണൈസേഷൻ. എന്തുകൊണ്ടൊക്കെയാണ് നമുക്ക് പ്രോസസ് സിങ്ക്രണൈസേഷൻ വേണമെന്ന് പറയുന്ന കാരണം എന്താണ്? നമ്മൾ സീറ്റിങ്ങിൻ്റെ കേസിൽ പറഞ്ഞ പോലെ കൺസിഡർ ദ യൂസ് ഓഫ് എ ഷെയർഡ് വേരിയബിൾ ബിറ്റ്വീൻ ടു കൺകറൻറ്റ് പ്രോസസ് PI/PJ ഓഫ് എയർലൈൻ റിസർവേഷൻ സിസ്റ്റം. എയർലൈൻ്റെ കേസാണ് പറയുന്നത്. ആൻഡ് എയർലൈൻ റിസർവേഷൻ ആപ്ലിക്കേഷൻ യൂസ് എ നമ്പർ ഓഫ് ടെർമിനൽസ് കണക്റ്റഡ് ടു എ സെൻട്രൽ കമ്പ്യൂട്ടർ സിസ്റ്റം. The computer stores the data in a centralized fashion and permits the terminal to access this data. Assume the two concurrent process PI/PJ exit the system and execute identical codes as shown figure. അതായത് ഇപ്പോൾ എയർലൈൻസ് റിസർവേഷൻ സിസ്റ്റത്തിൻ്റെ കേസ് പറയുമ്പോൾ അവിടെ ഒരു സെൻട്രലൈസ്ഡ് കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ടായിരിക്കും. അങ്ങനെ ഉള്ളതുകൊണ്ടുള്ള ഏറ്റവും ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീറ്റിങ്ങിനൊക്കെ വേണ്ടി ബുക്ക് ചെയ്യുമ്പോൾ എല്ലാവരും കൂടെ 5 വേണ്ടി ബുക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും എല്ലാവർക്കും 5 കിട്ടാൻ പാടില്ലല്ലോ. എല്ലാവരും 5 വേണ്ടി ട്രൈ ചെയ്തു എന്ന് കരുതി 5 കിട്ടണമെന്നില്ല. 5 വേണ്ടി ട്രൈ ചെയ്യും, സിമിൾട്ടേനിയസ് ആയിട്ട് ട്രൈ ചെയ്യും, പാരലായിട്ട് ചിലപ്പോൾ ട്രൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ നമ്മളുടെ സെൻട്രൽ കമ്പ്യൂട്ടർ സിസ്റ്റമാണ് അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ. ഒരാൾക്ക് 5, ഒരാൾക്ക് 6, ഒരാൾക്ക് 7, അതേ കണക്കുള്ളൂ. അല്ലാതെ ഒരിക്കലും എല്ലാം കൂടെ 5 കൊടുക്കാൻ പറ്റില്ലല്ലോ. അതാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് 2 P1ഉം P2ഉം പറയുന്നുണ്ട്, അല്ലെങ്കിൽ PIയും BJയും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇഫ് നെക്സ്റ്റ് സീറ്റ് നമ്പർ ലെസ് ദാൻ കപ്പാസിറ്റി ദെൻ നെക്സ്റ്റ് സീറ്റ് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുക്കും. അലോട്ടഡ് നമ്പർ നെക്സ്റ്റ് സീറ്റ് നമ്പർ, അല്ലെങ്കിലോ ഡിസ്പ്ലേ സോറി നോ സീറ്റ് അവൈലബിൾ. PJൻ്റെ കേസ് വരുമ്പോൾ നെക്സ്റ്റ് സീറ്റ് നമ്പർ ലെസ് ദാൻ കപ്പാസിറ്റി ആണോ ചെക്ക് ചെയ്യും. എന്നിട്ട് നെക്സ്റ്റ് സീറ്റ് നമ്പർ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് സീറ്റ് നമ്പർ ഒന്ന് അലോട്ടഡ് ആക്കി കൊടുക്കും. അല്ലെങ്കിൽ സോറി നോ സീറ്റ് അവൈലബിൾ. ഇത് സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. ആദ്യം കപ്പാസിറ്റി ഉണ്ടോ, അതിനകത്ത് സീറ്റ് ഉണ്ടോ, അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ സോറി എന്ന് പറഞ്ഞിട്ട് മെസ്സേജും കൊടുക്കും. അത്രയും നമ്മളിപ്പോൾ എൻ്റെ ചെയ്തിട്ടുള്ള അത്തരം ഈഫ് കണ്ടീഷൻ തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പക്ഷെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോയിന്റ് നോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ കോഡിലല്ല, അതിൻ്റെ അപ്പുറം ഇവിടെ പ്രോസസ് സിങ്ക്രണൈസേഷൻ അല്ലേ നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത്. കാരണം PIയും PJയും പാരലായിട്ടാണ് നടക്കുന്നത്. പക്ഷേ നാനോ സെക്കൻഡ്സിൻ്റെ ഡിഫറൻസിൽ എന്താവണം, അവരുടെ ഓർഡർ പ്രിസർവിങ് ഉണ്ട്. അതായത് ഒരാളത് കഴിഞ്ഞിട്ട് അടുത്ത ആൾ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരാൾക്ക് 5 ആണെങ്കിൽ മറ്റേക്ക് 6 കിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്താ രണ്ടാൾക്കും ഒപ്പം 5 കിട്ടുന്നൊരു ഇഷ്യൂ വരും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇല്ലെങ്കിൽ പറയണം കേട്ടോ. ടു മേക്ക് റിസർവേഷൻ ഈച്ച് പ്രോസസ് എക്സാമിൻ ദ വാല്യൂ ഓഫ് നെക്സ്റ്റ് സീറ്റ് നമ്പർ ആൻഡ് അപ്ഡേറ്റ് ഇറ്റ് യൂസിങ് ലോഡ് ആഡ് സ്റ്റോർ സീക്വൻസ് ഓഫ് മെഷീൻ ഇൻസ്ട്രക്ഷൻ ആസ് ലിസ്റ്റഡ് ബിലോ. ലോഡ് നെക്സ്റ്റ് സീറ്റ് നമ്പർ ആഡ് 1 സ്റ്റോർ നെക്സ്റ്റ് സീറ്റ് നമ്പർ എന്നുള്ള ബേസിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ സീറ്റ് നമ്പർ കൊടുക്കുമ്പോൾ അതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് വിട്ടില്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ വരും, കോൺഫ്ലിക്ട്സ് ഒക്കെ വരും. Assume that load instruction copies next seat number from memory to register and add instruction add the immediate constant from memory to the value in the register and store instruction copy value in the register to memory. ആദ്യം നമ്മൾ മെമ്മറിയിൽ നിന്ന് ഡാറ്റ എടുത്തിട്ടാണ് ലോഡ് ചെയ്തിട്ടാണ് നമ്മളേക്ക് പിന്നെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുക്കണം. കാരണം അത് പ്രിസേർവ്ഡ് ആണ്, അതുകൊണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്ത് വിട്ടു. എന്നിട്ട് ആ ഡാറ്റനെ പിടിച്ചിട്ട് നമ്മൾ മെമ്മറിയിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചു. അപ്പോൾ അതായത് എനിക്ക് 5 കിട്ടി സീറ്റ് നമ്പർ, അത് മെമ്മറി കൊണ്ടുപോയി വെച്ചു, അത് സ്റ്റോറാണ്, പ്രിസേർവ്ഡ് ആണ്. ഇനി ഒരാൾ 5 ചോദിച്ച് വരാൻ പാടില്ല. നെക്സ്റ്റ് ആൾ വരുമ്പോൾ എന്താ കൊടുക്കുക, 6 കൊടുക്കാൻ പാടുള്ളൂ. അതാണ് ഇവിടെ നടക്കുന്നത്. ലോഡ് ആഡ് സ്റ്റോർ, മനസ്സിലായില്ലേ? When both processes to make reservation on the same flight, they share the variable next seat number, capacity, etc. Assume the process PI is execute the instruction for the if statement when the process PI begin.
Execute if the value of next seat number may increase by 1 or 2 depending on the order between PI, PJ. Execute their load and for incrementing next seat number. ഇതിങ്ങനെ റീഡ് ചെയ്തിട്ട് സിറ്റുവേഷൻ റീഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ചെറുങ്ങനെ പറഞ്ഞു പോയാൽ ചോദിച്ചു, എന്നാലും ഇങ്ങനെ റീഡ് ചെയ്ത് പോകുമ്പോൾ ഒന്നുകൂടെ ഐഡിയ കിട്ടുമല്ലോ. A situation like this where several processes access and manipulate the shared data concurrently and the outcome of the execution depend on the particular order in which the access time take place is called race condition. നമ്മൾ ഇതിനകത്ത് ഒരു റേസ് കണ്ടീഷൻ എന്ന് പറഞ്ഞുള്ള ഒരു കാര്യമാണ്, സിറ്റുവേഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് നമ്മൾ പറഞ്ഞു ഇപ്പോൾ പി എയും പി ജെൻ്റെ കേസിലൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്, ആരാണ് ഒരു ഓർഡർ ഓഫ് എക്സിക്യൂഷൻ്റെ ബേസിലാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലാതെങ്കിൽ എന്ത് ചെയ്യും, കോൺഫ്ലിക്ട്സ് വരും. അപ്പോൾ പി ഐയും റിക്വസ്റ്റ് ചെയ്തു, പി ജെയും റിക്വസ്റ്റ് ചെയ്തു സീറ്റിന് വേണ്ടി. പക്ഷെ ഒരിക്കലും നമുക്ക് പി എയും പി ജെയും ഒരുമിച്ച് കൊടുക്കാൻ പറ്റില്ല. ആരാണോ നാനോ സെക്കൻഡ് ഡിഫറൻസിൽ ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്ത് അവർക്ക് പ്രയോറിറ്റി കൊടുക്കും, മറ്റേ ആൾക്ക് നെക്സ്റ്റും കൊടുക്കും. സോ എ സിറ്റുവേഷൻ ലൈക്ക് ദിസ്, ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വേർ സെവറൽ പ്രോസസ് ആക്സസ് ആൻഡ് മാനിപ്പുലേറ്റ് ദ ഷെയർ ഡാറ്റ കൺകറൻ്റ്ലി. ഒരുപാട് പ്രോസസ്സുകൾ എന്ത് ചെയ്യും, മാനിപ്പുലേറ്റ് ചെയ്യാനും ആക്സ് ചെയ്യാനൊക്കെ വരികയാണ്. നമ്മുടെ ഷെയർഡ് ഡാറ്റനെ കൺകറൻ്റ് ആയിട്ട് അവർ വരുവാണെങ്കിൽ ആൻഡ് ദ ഔട്ട്കം ഓഫ് ദ എക്സിക്യൂഷൻ ഡിപ്പെൻഡ് ഓൺ ദ പെർട്ടിക്കുലർ ഓർഡർ. അതിൻ്റെ ഔട്ട്കം ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്, അതിൻ്റെ പെർട്ടിക്കുലർ ഓർഡറിനെയും ആണെങ്കിൽ, എന്തായത് ഏതിൻ്റെ ബേസിലാണോ നമ്മൾ ആക്സ് ചെയ്തത് ആ ഓർഡറിനെയും കൂടെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥയെയാണ് നമ്മൾ പറയുക റേസ് കണ്ടീഷൻ. ഓക്കെ, അതായത് കൺകറൻ്റ് ആയിട്ട് അവർക്ക് ആക്സ് ചെയ്യും വേണം, സെവറൽ പ്രോസസ്സിന് മാനിപ്പുലേറ്റ് ചെയ്യും വേണം ഷെയർ ഡാറ്റനെ. അതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ഓർഡറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനാണ് റേസ് കണ്ടീഷൻ. ഈ റേസ് കണ്ടീഷൻ ക്യാൻ ബി ഫോർമലി ഡിഫൈൻഡ് ആസ് സിറ്റുവേഷൻ ഇൻ വിച്ച് ദ എക്സിക്യൂഷൻ ഓഫ് ആക്ഷൻ എ ഐ എ ജെ ഓൺ ഷെയർ ഡാറ്റ. ഇതൊക്കെ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോകാന്നുള്ളൂ. കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. റേസ് കണ്ടീഷൻ എന്താണ് അത്ര ഇവിടെ നോക്കാമല്ലോ. പിന്നെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ അങ്ങനെയൊക്കെ പഠിച്ചാൽ മതി. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്യുമ്പോൾ അതേപോലെ ലിറ്ററലി അതേപോലെ എഴുതുന്ന വേണ്ട, കറക്റ്റ് എന്താ കൺസെപ്റ്റ് വെച്ചാൽ മനസ്സിലാക്കുക എഴുതുക. ഇവിടെ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പി എയും പി ജിയും ആണ് പ്രോസസ്സ്. അതിനകത്ത് എ ഐയും എ ജെയും ആണ് ഷെയർ ഡാറ്റ. അല്ല, എയും എ ജെയും എന്ത് ചെയ്യുന്നത്, അതാണ് എക്സിക്യൂഷൻ ഓഫ് ആക്ഷൻസ്. അവരെന്ത് ചെയ്യുന്നത്, ഷെയർ ഡാറ്റ ഡി എസിന് ഷെയർ ചെയ്യും. പി എയും പി ജിയും ആണ് നമ്മുടെ പ്രോസസ്സ്. അപ്പോൾ എങ്ങനെയാണ് റേസ് കണ്ടീഷൻ്റെ കേസിൽ വരുമ്പോൾ എങ്ങനെയാണ് വരിക, ആക്ഷൻസ് നടക്കുമ്പോൾ എഫ് ഐ എഫ് ജെ ഡി എസ് ഓർ എഫ് ജെ എഫ് ഐ ഡി എസ്, രണ്ട് രീതിയിലും ആവാം കേട്ടോ. അതിൻ്റെ ഓർഡർ രണ്ട് രീതിയിലും ആവാം. പക്ഷേ അത് ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ റേസ് കണ്ടീഷൻ എന്ന് പറയാം. A race condition occurs when the scheduling of two processes is so critical that the various order of scheduling them result to different computations. Race condition result from the implicit or explicit sharing of data resources without proper synchronization. നമ്മൾ ഇത്തരം റേസ് കണ്ടീഷൻ കൊണ്ടുവരുമ്പോൾ പ്രോപ്പർ സിങ്ക്രണൈസേഷൻ ചെയ്തില്ല എങ്കിൽ അത് നമ്മൾ പറഞ്ഞ പോലെ ഫെയിലിയർ ആയിട്ട് മാറും. കാരണം രണ്ട് പ്രോസസ്സുകൾ വരുമ്പോൾ അവർ ക്രിട്ടിക്കലായിട്ടുള്ള സിറ്റുവേഷനിലേക്ക് വരും. കാരണം എന്താണ്, രണ്ട് പ്രോസസ്സുകളും ഷെയർ ചെയ്യുന്നത് ഒരു കോമൺ ഡാറ്റയാണ്, കൺകറൻ്റ് ആയിട്ടാണ് അത് പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, അവരുടെ ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് മാറും. ഫോർ എക്സാമ്പിൾ, if process പി ഐ പി ജെ എക്സിക്യൂട്ട് their load add store instruction sequence strictly one after another. ഓക്കെ, ഇത് നമ്മളൊരു എക്സാമ്പിൾ ജസ്റ്റ് പറയാം. നിങ്ങൾ റീഡ് ചെയ്ത് പോകുന്നില്ല കേട്ടോ. റീഡ് ചെയ്ത് ഇങ്ങനെ പോയിട്ട് നമ്മൾ കുറേ ഡിലേ ആയി പോകുന്ന പോലെ. പക്ഷേ റീഡ് ചെയ്ത് പോയില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പോയിന്റ് മിസ്സാവണല്ലോ എഴുതിയിട്ടാണ് ഇങ്ങനെ ഓരോ ഏരിയ നോക്കുന്നത്. ഇവിടെ എത്ര ജസ്റ്റ് പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നെക്സ്റ്റ് സീറ്റ് നമ്പർ 98 ആണ്. അപ്പോൾ ഈ പ്രോസസ്സ് 2 പ്രാവശ്യം ചെയ്താൽ 100 ആയി മാറിയില്ലേ. അതായത് പ്രോസസ്സിങ് 2 പ്രാവശ്യം നടന്നാൽ അത് 100 ആയി മാറി. പക്ഷേ പ്രോസസ് സിങ്ക്രണൈസേഷൻ സക്സസ്ഫുള്ളായിട്ട് അവിടെ നടന്നിട്ടില്ല എങ്കിൽ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ഡാറ്റ പ്രിസർവ്ഡ് അല്ലാതെ പോകും. അതിപ്പോൾ 98 ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതിനകത്ത് പി ഐ ഒരു പ്രാവശ്യം പെർഫോം ചെയ്താൽ എന്തായി, അത് 99 ആയി. പിന്നെ ഒരു പ്രാവശ്യം പി ഐ ചെയ്താൽ അല്ലെങ്കിൽ പി ജെ ചെയ്താൽ 100 ആയി മാറി. പക്ഷേ നമ്മൾ അതിൻ്റെ അടുത്തുള്ള ഒരു ഡാറ്റ അതിൻ്റെ ടൈം ക്വാണ്ടം അല്ലെങ്കിൽ ടൈം സ്ലൈസ് കഴിഞ്ഞപ്പോൾ അത് എക്സ്പയർ ആയി പോകുമല്ലോ. അതായത് ഒരു പ്രോസസ്സും കിട്ടുന്ന ചാൻസ് ഉണ്ട്, അത് കഴിഞ്ഞ് പോയാൽ പിന്നെ പ്രോസസ്സിന് ഒരു ചാൻസും കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോൾ എന്തായി, 98 എന്നുള്ളത് 98 തന്നെ നിന്നു. അതായത് നമുക്കത് പ്രിസർവ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഒരു കേസ് വന്നു. പ്രോസസ് സിങ്ക്രണൈസേഷൻ ബെസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കേസ് വന്നാൽ എന്തായി, പിന്നത്തെ കേസ് നോക്കുമ്പോൾ 98 തന്നെയാണ്. എന്താ അവിടെ കോൺഫ്ലിക്ട്സ് നടന്നില്ലേ. കാരണം ഒരിക്കലും 98 പിന്നെയും കിട്ടാൻ പാടില്ല. 98 കഴിഞ്ഞാൽ പിന്നെ 99 എത്തണം, ആഡ് 1 ചെയ്തിട്ട്. പിന്നെ ചെയ്യുമ്പോൾ 100 എത്തണം. അതല്ലാതെ ഇവിടെ നടന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റോർ ചെയ്യാൻ വിട്ടുപോയ ഒറ്റ കാരണം കൊണ്ട് നമുക്ക് ഫെയിലിയറായി മാറുകയാണ്. സിസ്റ്റം മൊത്തം ഡാമേജാണ്. നിങ്ങൾ ചിന്തിക്കണം, ആ ഒരു മാത്തമാറ്റിക്സ് അവിടെ പേച്ച കാരണം പിന്നെ അങ്ങോട്ടുള്ള ഡാറ്റ മൊത്തം പ്രശ്നമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താവണം, പ്രോസസ് സിങ്ക്രണൈസേഷൻ കൊണ്ടുവന്നിട്ട് ഓരോന്നും പ്രിസർവ് ചെയ്ത് വെക്കണം. എന്നാൽ സക്സസ്ഫുള്ളായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും.
ദ കോസ് ഓഫ് ദിസ് ഇൻകറക്റ്റ് റിസൾട്ട് ഈസ് റൈറ്റിംഗ് ദ ഷെയർഡ് വേരിയബിൾ നെക്സ്റ്റ് സീറ്റ് നമ്പർ. നമ്മൾ ചെയ്ത് കൊടുത്തുള്ള മിസ്റ്റേക്കാണ്, അതായത് അത് പ്രിസേവ് ചെയ്തിട്ടില്ല. വെൻ വൺ പ്രോസസ് റീഡ് ഡാറ്റ ദ അനദർ പ്രോസസ് റൈറ്റിംഗ് ഓർ വെൻ പ്രോസസ് റൈറ്റ് അനദർ ത്രെഡ് ഈസ് റൈറ്റിംഗ് ഇൻഡിറ്റർമിനേറ്റ് റിസൾട്ട് ക്യാൻ ഒക്കർ. ഇതൊക്കെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു, നമ്മൾ സിമ്പിളാക്കി പറഞ്ഞു, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇതിനകത്ത് വേറൊരു കേസ് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പ്രശ്നമുണ്ടല്ലോ, ഇതുവരെ നമ്മളിപ്പോൾ പറഞ്ഞ പ്രശ്നം എന്തായാലും 98 പ്രിസേർവ് ചെയ്താലേ 99 എത്തുള്ളൂ, അത് പ്രിസേർവ് ചെയ്താലേ 100 എത്തുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഈ 98 ഇരിക്കും, ഇങ്ങനൊരു അവസ്ഥ വരും. സോ വൈൽ വൺ ത്രെഡ് ഈസ് ഇൻക്രിമെൻറ്റഡ് ടു ഷെയർഡ് വേരിയബിൾ ഓൾ അതർ ത്രെഡ്സ് ഡിസൈഡ് ടു ഡു ഷുഡ് ബി മെയ്ഡ് ടു വെയിറ്റ്. അതായത് ഒരാൾ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ വെയിറ്റ് ചെയ്തിരിക്കണം, അല്ല എല്ലാവരും കൂടെ ഇൻക്രിമെൻറ്റ് ചെയ്യാനും പറ്റില്ല, അതല്ലെങ്കിൽ എല്ലാവരും കൂടെ വെയിറ്റ് ചെയ്തിരിക്കാനും പറ്റില്ല. When the executing process finishes accessing the shared variable, the system will allow one of the waiting process to proceed. This is called serializing access to the shared variable. അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ, ഇതൊക്കെ മുന്നേ ഫസ്റ്റേ പറഞ്ഞ, ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് എല്ലാം സിമ്പിളാക്കി തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് തന്നെയാണ് പിന്നെ നമ്മളിങ്ങനെ റീഡ് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് റിപ്പീറ്റേഷൻ ഫീൽ ചെയ്യും. അപ്പോൾ എന്താണ്, നമ്മൾ പാരലായിട്ടാണ് പറയുന്നത് എങ്കിലും അതിനകത്തൊരു ടെക്നിക്കായിട്ട് നമ്മൾ സീരിയൽ തന്നെ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത്തരം സിങ്ക്രണൈസേഷൻ പ്രോബ്ലംസ് ഒക്കെ വരും. So in this manner process will not be able to access shared data simultaneously. അതാണ് ഞാൻ പറഞ്ഞത്, സിമിൾട്ടേനിയസ്ലി ആയിട്ട്. അപ്പോൾ അവർക്ക് ആക്ച്വലി ഡാറ്റ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷേ അവർ പറയുന്നത് പാരലൽ പ്രോസസ്സിംഗ് ആണെന്നാണ്. As each process proceed to update the shared variable, all other are excluded from doing simultaneously. This is called mutual exclusion. അപ്പോൾ നമ്മൾ പുതിയൊരു വേർഡും കൂടെ പറഞ്ഞു, മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. അതായത് എല്ലാ പ്രോസസ്സുകളും പ്രൊസീഡ് ചെയ്യാൻ നിൽക്കുകയാണ്, അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ വേരിയബിൾസ് അപ്ഡേറ്റ് ചെയ്യാൻ റെഡി ആയി നിൽക്കുകയാണ്. പക്ഷേ എന്താ വരുത്, എല്ലാവരും കൂടി ഒരുമിച്ച് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, ഒരാളത് കഴിഞ്ഞിട്ട് മറ്റേ എന്നുള്ള രീതിയിൽ അപ്ഡേറ്റ് ചെയ്താലേ കറക്റ്റ് ഓർഡർ കിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, ബാക്കി എല്ലാ പ്രോസസ്സുകളും എന്ത് ചെയ്യണം, എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ഒരാൾ മാത്രം അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരണം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. അതിനെയാണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുക. ഒരാൾ അപ്ഡേറ്റ് ചെയ്യുക, ബാക്കിയുള്ളവർ അവിടെ വെയിറ്റ് ചെയ്യുക, അതാണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ കേട്ടോ. അതായത് സിമിൾട്ടേനിയസ് ആയിട്ട് പ്രോസസ്സ് അങ്ങനെ ചെയ്യരുത്, കാരണം അങ്ങനെ ആകുമ്പോൾ ഇത്രയും ഇഷ്യൂസ്, നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞ സീറ്റിംഗ് ഒക്കെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ്. അത്രയും ഇഷ്യൂസ് വരും എന്നുള്ളതുകൊണ്ട് എന്താവണം, മ്യൂച്വൽ എക്സ്ക്ലൂഷൻ കൊണ്ടുവരണം. അപ്പോൾ ഇത്രയാണ് പ്രോസസ് സിങ്ക്രണൈസേഷൻ കുറിച്ച് പറയാനുള്ളത്. സംഭവം സിമ്പിളാണ്, പിന്നെ ഇതിലിങ്ങനെ റീഡ് ചെയ്ത് പോകുമ്പോൾ നമ്മളിങ്ങനെ എക്സാമ്പിൾ കുറേ പരന്ന് കിടക്കുന്നുണ്ട്, അതുകൊണ്ടൊക്കെ ഉള്ള പ്രശ്നമാണ്. അല്ലാതെ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റാണ്. പാരലൽ പ്രോസസ്സിങ് ചെയ്യുമ്പോൾ അവിടെ ഈ വേർഡ് പ്രത്യേകം ശ്രദ്ധിക്കണം, കോപ്പറേറ്റിംഗ് കൺകറൻറ്റ് പ്രോസസ്സ്. ഇത് എന്തൊക്കെയാണെന്ന് ഇതിൻ്റെ വീഡിയോയിൽ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യുമ്പോൾ എന്താണ്, പ്രോസസ് സിങ്ക്രണൈസ്ഡ് അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പോൾ അതെന്തൊക്കെ റീസൺസ്, എന്തിനൊക്കെ നമ്മൾ ഈ പ്രോസസ് സിങ്ക്രണൈസേഷൻ യൂസ് ചെയ്യുന്നു, അതിൻ്റെ റീസൺസ് ഇവിടെ പറഞ്ഞു. ഫോക്ക് ആൻഡ് ജോയിൻ, പ്രൊഡ്യൂസർ കൺസ്യൂമർ, എക്സ്ക്ലൂസീവ് യൂസ് ഓഫ് റിസോഴ്സസ് പറഞ്ഞു. പിന്നെ എന്താണ് ഇഷ്യൂസ് മെയിനായിട്ട് ഉണ്ടാകാൻ പോകുന്നതൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ റൈസ് കണ്ടീഷൻ പറഞ്ഞു, അതേപോലെ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ പറഞ്ഞു, കുറേ കൺസെപ്റ്റുകൾ പറഞ്ഞു കേട്ടോ. നമ്മളിപ്പോൾ ഈ വോയിസ് എടുത്തപ്പോൾ ശ്രദ്ധിച്ച കുറേ വേർഡുകളുണ്ട്, നമുക്ക് വെറൈറ്റി നെയിംസ്. അപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുക, കൺസെപ്റ്റുകൾ ക്ലിയർ ചെയ്യുക. ഇനി മനസ്സിലാവാതെ 2-3 പ്രാവശ്യം വീഡിയോ കാണുക, കാരണം അപ്പോൾ ചില കേസുകളിലൊക്കെ അങ്ങനെയൊക്കെ കാണേണ്ടി വരും കൺസെപ്റ്റ് മനസ്സിലാവാൻ. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, നോട്ട് എടുത്ത് വായിച്ചാൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിച്ചാലും കൺസെപ്റ്റുകൾ നമ്മൾ വീഡിയോ കണ്ടിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ ഒന്നും കൂടി ഒരു ഐഡിയ കിട്ടുമല്ലോ നിങ്ങൾക്ക് ആ രീതിയിൽ. അപ്പോൾ അങ്ങനെയും കണ്ടെത്താം കേട്ടോ. ദെൻ ഡൗട്ട് ഉണ്ടെങ്കിൽ പറയുക, സജഷൻസ് എന്തുണ്ടെങ്കിലും പറയാൻ, ഓപ്പണായിട്ട് പറയാനുള്ള ഫ്രീഡം നമ്മൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. അതൊക്കെ പോസിറ്റീവായ രീതിയിൽ യൂസ് ചെയ്യുക കേട്ടോ. Okay, thank you so much.